ദജ്ജാലിനേക്കാൾ നാം ഭയപ്പെടേണ്ടത് അതാണ്. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഞങ്ങൾ ഇരുന്നു കൊണ്ട് മസീഹു ദജ്ജാലിനെക്കുറിച്ചും അഥവാ ദജ്ജാലിനെക്കുറിച്ചും അവൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹി ദജ്ജാൽ, മസീഹു ദജ്ജാലിനേക്കാൾ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ കൂടുതൽ ഭയപ്പെടുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അപ്പോൾ അവർ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർക്കുൽ ഖഫി, അത് ഗോപ്യമായ ശിർക്കാണ് അഥവാ ചെറിയ ശിർക്കാണ്. അതിനൊരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ യഖൂമ റജുലു യുസല്ലി ഫയുസയ്യിനു സ്വലാത്തഹു ലിമാ യറാ മിൻ നളരി റജുലിൻ, ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കും, അപ്പോൾ മറ്റൊരാൾ നോക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ അയാൾ നമസ്കാരം ഭംഗിയാക്കുകയാണ്. എന്തിന്? അയാളെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി ഇബാദത്തുകൾ ചെയ്യലും ഇബാദത്തുകൾ മോടി പിടിപ്പിക്കലും ഷിർക്കുൻ ഖഫിയാണ്, ഗോപ്യമായ ഷിർക്കാണ്. ദജ്ജാലിനേക്കാൾ നാം ഭയപ്പെടേണ്ടത് അതാണ്. കാരണം ദജ്ജാൽ വന്നാൽ ഭൗതികമായി ഉള്ള ഉപദ്രവമാണ്. എന്നാൽ വലിയ ഷിർക്കോ ചെറിയ ഷിർക്കോ സംഭവിച്ചാൽ നമ്മുടെ അമലുകൾ തന്നെ ബാത്തിലായി പോകും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഷിർക്ക് കടന്നു വരരുത്. ഗോപ്യമായ ഈ ഒരു ഷിർക്ക് അല്ലെങ്കിൽ ചെറിയ ഷിർക്ക് എന്നറിയപ്പെടുന്ന റിയാ ഒരിക്കലും കടന്നു വരരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ച അമലുകൾ ചെയ്യാവൂ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയും മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയും നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. പല ആളുകളുമുണ്ട്, അവരൊരു സൽക്കർമ്മം ചെയ്താൽ അത് മറ്റുള്ളവരെ അറിയിച്ചിട്ടില്ലെങ്കിൽ അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ ഇന്നെന്ന അമലുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഏതെങ്കിലും നിലക്കൊക്കെ അവർ മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കും. അതേപോലെ തന്നെ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാണട്ടെ, അവർ പ്രശംസിക്കട്ടെ എന്ന് ആഗ്രഹിക്കും. ഇങ്ങനെ ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടി ഒരിക്കലും നമ്മൾ ഇബാദത്തുകൾ ചെയ്യരുത്. പരലോകത്തെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. അല്ലാത്തതിനെ നമ്മൾ ഭയപ്പെടണം, ദജ്ജാലിനേക്കാൾ ഭയപ്പെടണം. സൂക്ഷിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്.